ഹായ്, വെൽക്കം ടു രമ്യ സ്റ്റേജ് ട്രാവൽ. ഇന്ന് നമ്മളൊരു ഒരു കുറുമയാണ് ഉണ്ടാക്കുന്നത്, വെജിറ്റബിൾ കുറുമയാണ് ഉണ്ടാക്കുന്നത്. അത് എങ്ങനെ ഉണ്ടാക്കണം നോക്കാം. നമ്മൾ രാവിലത്തെ എല്ലാ ബ്രേക്ക്ഫാസ്റ്റിനും വെള്ളപ്പത്തിന് പത്തിരിക്ക് ഒക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു കുറുമയാണ്. അപ്പോൾ ഒരു പിടി ഗ്രീൻ പീസ് കുതിർത്ത് വെച്ചിട്ടുണ്ട്. തലേ ദിവസം രാത്രി കുതിർത്ത് വെച്ചതാണ്. ഇത് നമ്മൾ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു പൊട്ടറ്റോ കഴുകി വൃത്തിയാക്കി നുറുക്കി വെച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയൊരു ക്യാരറ്റ് നുറുക്കിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയൊരു തക്കാളി ചെറുതാക്കി മുറിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയ സവാള ചെറുതാക്കി നുറുക്കിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ബീൻസ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ എന്തെങ്കിലും വേറെ വെജിറ്റബിൾസൊക്കെ കോളിഫ്ലവർ ഉണ്ട്, അത് ഇതാക്കിയത് അത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് ചെറിയ 2-3 അല്ലി വെളുത്തുള്ളി ഒന്ന് ചതച്ചത്, ചെറിയൊരു കഷ്ണം ഇഞ്ചി, അധികം ഇഞ്ചി വേണ്ട, അത് ഇട്ട് കൊടുക്കാം. പിന്നെ പച്ചമുളക് നമ്മൾ എരിവിനനുസരിച്ച് ഇട്ട് കൊടുത്തോളൂ കേട്ടോ. എന്താ വെച്ചാൽ ഇതിൽ പച്ചമുളകിൻ്റെയും കുരുമുളക് പൊടിയുടെയും എരിവ് മാത്രമാണ് നമ്മൾ ഈ കുറുമയിൽ ഉണ്ടാകുന്നത്. ഇത് അധികം എരിവില്ലാത്ത കാരണമാണ്. അപ്പോൾ ഞാൻ ഒരു 5-8 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1.5 ടീസ്പൂണോളം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂണ് പെരിഞ്ജീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂണ് ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. നമ്മൾ പാകത്തിന് വെള്ളം അതിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായി അത് മിക്സ് ചെയ്ത് നമുക്ക് കുക്കറിൽ അടച്ച് വേവിച്ചെടുക്കാം. ഒരു 2 വിസിൽ 3 വിസിൽ എടുത്താൽ മതി. അത് ഓരോ കുക്കറിന് വ്യത്യാസം വരും. കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട്. നമ്മളെ കുക്കറിൻ്റെ വിസിലനുസരിച്ച് ഞാൻ 3 വിസിലാണ് ഈ ഇതിലെടുത്തത്. നമ്മളതിൽ വേവിക്കുമ്പോൾ കുരുമുളക് പൊടി ഇട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇട്ടാലും മതി. അല്ലെങ്കിൽ നമ്മളത് വേവിക്കുമ്പോൾ തന്നെ നമ്മൾ കുരുമുളക് പൊടി ഇടാം കേട്ടോ. എനിക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ടു. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി എനിക്ക് കുറച്ച് കട്ടി തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഉപ്പൊക്കെ നോക്കുക. കുറച്ചുകൂടി ഉപ്പിട്ട് കൊടുക്കാം നമുക്ക്. ഇതേപോലെ നമ്മൾ തേങ്ങാപ്പാൽ ഒഴിക്കുമ്പോൾ നമ്മൾ വല്ലാണ്ട് ഇങ്ങനെ തിളച്ച് ഇതാക്കണ്ട. ഇതൊന്ന് ഇരുന്ന് നമ്മൾ കുറുകും. ഇനി അതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള കുറുമ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്നിങ്ങനെ ഉണ്ടാക്കി നോക്കൂ കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമാവും. ഇഷ്ടമായാലും എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.